ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയായിട്ടാണ്. ഈ കറി നമുക്ക് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും സ്പെഷ്യലി കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ കറിയാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയത് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഞാനിത് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തേക്കണതാണ്. അപ്പോൾ ഈ ചെറുപയർ നമുക്ക് കുതിർത്തിയില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ കടലയും പയറും മാതിരിയല്ല. കടലയും പയറൊക്കെ നമ്മൾ കുതിർത്തി എടുത്തില്ലെങ്കിൽ രാവിലെ വേവിക്കാൻ നേരത്ത് വെന്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെറുപയർ നമ്മൾ ഇൻ കേസ് രാത്രിയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ രാവിലെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കുതിർത്തുന്നത് പെട്ടെന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുതിർത്തി എടുക്കുന്നത്. അപ്പം ഞാൻ കുതിർത്തി എടുക്കാത്ത ദിവസം എന്ന് വെച്ചാൽ രാത്രിയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ കുക്കറിൽ വേവിക്കലാണ് പതിവ്. അപ്പോൾ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെക്കും. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എനിക്ക് വെന്ത് കിട്ടാറുണ്ട്. ഞാൻ കുതിർത്തിയാണ് എടുക്കണതെങ്കിൽ ഒറ്റയ്ക്ക് ഒരു വിസിലേ അടുപ്പിക്കാറുള്ളൂ. അതും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുതിർത്തേക്കുന്നതുകൊണ്ട് തന്നെ കുക്കറിൽ ഈ പയറിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുതിർത്താത്ത ആണെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുതിർത്താതെയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കാറില്ല. നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുതിർത്തെടുത്തേക്കുന്ന ആയതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു വിസിലടിക്കുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് ഇതിൻ്റെ എയറൊക്കെ പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1.25 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക, അതാണ് ടേസ്റ്റ്. ഇനി ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന ഒരു പാകത്തിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ ഇതിൽ വേറെ മുളകൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് മൊരിച്ചെടുക്കാം നമുക്ക്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പയർ കറി വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, കാരണം പയർ ഇരിക്കും തോറും കുറച്ച് കുറുകും. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. അതൊക്കെ ഓരോരുത്തരുടെ പാകത്തിന് ഗ്രേവി ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. പുട്ടിൻ്റെയൊക്കെ ഒപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഉള്ളി മൊരിച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഏകദേശം തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇതിലെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോവും. ഈ പയറിൽ പെട്ടെന്ന് വെള്ളം പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഓഫ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റിയായ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന ലൈക്ക് ബട്ടൺ ഉണ്ട്, ഷെയർ ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് കളർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.